ഈ വീഡിയോയിൽ നമ്മൾ ഡെൽ ക്രെഡിറ്ററി കമ്മീഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ബാഡ് ഡെറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എക്സ്ട്രാ ആയിട്ട് കയറി വരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ നോർമലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സുകളെല്ലാം ഉണ്ടാവും. ഡെൽ ക്രെഡിറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇറ്റ്സ് എ കമ്മീഷൻ given by the consignor to the consignee for bearing the risk of loss due to bad debt. അപ്പോൾ ബാഡ് ഡെറ്റ് മൂലം ഉണ്ടാകുന്ന ലോസ് കൺസൈനി ബെയർ ചെയ്യാൻ വേണ്ടി കൺസൈനർ കൊടുക്കുന്ന ഒരു റെമ്യൂണറേഷനാണ് ഈ കമ്മീഷൻ എന്ന് പറയുന്നത്, ഡെൽ ക്രെഡിറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാഡ് ഡെറ്റ് ഉണ്ടാകുന്ന എപ്പോഴും ക്രെഡിറ്റ് സെയിൽ സംഭവിക്കുമ്പോഴാണ് ബാഡ് ഡെറ്റ് ഉണ്ടാകുന്നത്. ആ ബാഡ് ഡെറ്റിൻ്റെ ലോസ് കൺസൈനി അങ്ങ് ഏറ്റെടുത്തോളും. കൺസൈനറിൻ്റെ ബുക്കിൽ ബാഡ് ഡെറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു എൻട്രിയും വരില്ല ഇഫ് കൺസൈനർ ഇസ് ഗിവിങ് ഡെൽ ക്രെഡിറ്ററി കമ്മീഷൻ. ഓക്കെ, അപ്പോൾ അത് ഓർത്തോണം. കൺസൈനറിൻ്റെ ബുക്കിൽ ബാഡ് ഡെറ്റ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് വരികയില്ല. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അലി ഖാൻ ഓഫ് ആഗ്ര കൺസൈൻഡ് ഗുഡ്സ് കോസ്റ്റിംഗ് ₹1,60,000 ടു ജുനൈദ് ഓഫ് ജാംനഗർ. സെൻറ്റൻസിൽ നിന്ന് അലി ഖാൻ എന്ന് പറയുന്ന കൺസൈനറാണെന്ന് മനസ്സിലായി, ജുനൈദ് ഇസ് ദി കൺസൈനി. He paid 2,400 for packing and forwarding, 1,600 for freight and ₹2,000 for insurance in transit. അപ്പോൾ ഈ പറയുന്ന എക്സ്പെൻസുകളെല്ലാം നോൺ റെക്കറിങ് എക്സ്പെൻസാണ്, പിന്നീട് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ല. ഈ എക്സ്പെൻസുകളെല്ലാം ബെയർ ചെയ്തിരിക്കുന്നത് കൺസൈനറായ അലി ഖാനാണ്. ഓക്കെ, പിന്നീട് പറയുന്നത് ജുനൈദ് ടുക്ക് ഡെലിവറി ഓഫ് ദി ഗുഡ്സ് ആഫ്റ്റർ അക്സെപ്റ്റിംഗ് എ ബിൽ ഫോർ ₹1,00,000 ഡ്രോൺ ബൈ അലി ഖാൻ അഗൈൻസ്റ്റ് ദി കൺസൈൻമെൻറ്റ്. ജുനൈദായ കൺസൈനി ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്ത സമയത്ത് റിസീവ് ചെയ്യുമ്പം ജുനൈദ് ഒരു ബില്ല് കൊടുത്തു. എത്ര ലക്ഷം രൂപയുടെ? ₹1,00,000. ₹1,60,000 ഗുഡ്സാണ് കൺസൈനർ കൊടുത്തത്. അത് പറ്റിയ സമയത്ത് ₹1,00,000 ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഓക്കെ, ആൻഡ് ഹീ പെയ്ഡ്, ഇവിടെ ഹീ എന്ന് പറയുന്നത് ജുനൈദാണ്. ജുനൈദ് ഇസ് ദ കൺസൈനി. ഹീ പെയ്ഡ് 2,000 ഫോർ കാരേജ്, 1,000 ഫോർ ഒക്ട്രോയ് ആൻഡ് 1,000 ഫോർ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്. ദെൻ ഹിസ് സെല്ലിംഗ് എക്സ്പെൻസ് ബീങ് 4,000. ഇപ്പോൾ ജുനൈദും കുറേ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞ 3 എക്സ്പെൻസും, അതായത് 2,000 കാരേജ്, 1,000 ഒക്ട്രോയ് ആൻഡ് 1,000 ലോഡിംഗ് എന്ന് പറയുന്നത് കൺസൈനി ബെയർ ചെയ്ത് നോൺ റെക്കറിങ് എക്സ്പെൻസ് ആണ്. സെല്ലിംഗ് എക്സ്പെൻസ് നോൺ റെക്കറിങ് അല്ല, ഇറ്റ്സ് എ റെക്കറിങ് എക്സ്പെൻസ്. പിന്നെ ഇവിടെ നോൺ റെക്കറിങ് 3 ഉള്ളൂ കേട്ടോ, അത് ഓർത്തോണം. പിന്നീട് പറയുന്നത് ഹീ സോൾഡ്, ജുനൈദ് സോൾഡ് 4/5 ഓഫ് ദി ഗുഡ്സ് ഫോർ ₹2,40,000. അപ്പോൾ ഇത് സെയിൽസ് ആണ്. സെയിൽസ് എപ്പോഴും സെല്ലിംഗ് പ്രൈസിലായിരിക്കും റെക്കോർഡ് ചെയ്യുക. സെല്ലിംഗ് പ്രൈസ് മീൻസ് എന്തൊക്കെ ചേരുന്നതാണ്? കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ചേരുന്നതാണ് ഈ 2,40,000. അതും മുഴുവൻ ഗുഡ്സും വിറ്റിട്ടില്ല. എത്രയാണ് വിറ്റിട്ടുള്ളത്? 4/5. 1,60,000 ഗുഡ്സ് അല്ലേ സെൻഡ് ചെയ്തത്. അപ്പോൾ ആ ഗുഡ്സിൽ 4/5 വിറ്റുള്ളൂ. 4/5 ബാക്കി അവിടെ ഉണ്ട്. ദാറ്റ് വിൽ ബി അൺസോൾഡ് സ്റ്റോക്ക്. 4/5 ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണ്? അപ്പം നമുക്കറിയാം 4/5 ഫുൾ പോർഷൻ എന്ന് പറഞ്ഞാൽ 5/5 ആയിരിക്കും. അതാണ് ഫുൾ പോർഷൻ എന്ന് പറയുന്നത് 5/5. 5/5 എത്ര വിറ്റു? സോൾഡ് 4/5. ദെൻ റിമൈനിങ് 1/5 വിൽ ബി 1/5 എന്ന് പറയുന്നത് എന്താണ്? ക്ലോസിങ് സ്റ്റോക്ക്. അപ്പോൾ ക്ലോസിങ് സ്റ്റോക്ക് അവിടെ ഉണ്ട്. ക്ലോസിങ് സ്റ്റോക്കിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തണം, കാരണം അത് വിറ്റിട്ടില്ലല്ലോ. പിന്നീട് പറയുന്നത് for which he is entitled to a commission of 5% plus 1% ഡെൽ ക്രെഡിറ്ററി. ഇവിടെയാണ് ഡെൽ ക്രെഡിറ്ററി കമ്മീഷനെ കുറിച്ച് പറയുന്നത്. സെയിൽ നടത്തിയപ്പോഴത്തേക്കും 5% നോർമൽ കമ്മീഷനും കൊടുത്ത്, അതുകൂടാതെ അഡീഷണൽ കമ്മീഷൻ 1% ഡെൽ ക്രെഡിറ്ററി കമ്മീഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡെൽ ക്രെഡിറ്ററി കമ്മീഷൻ ഇസ് ഗിവൻ ബൈ ദി കൺസൈനർ ടു കൺസൈനി ഫോർ ബെയറിംഗ് ദി റിസ്ക് ഓഫ് ലോസ് ഡ്യൂ ടു ബാഡ് ഡെറ്റ്. അത് ഓർത്തോണം. പിന്നീട് എ കസ്റ്റമർ who bought goods on credit became insolvent and an amount of ₹5,000 due from him was bad. അതായത് കടത്തിന് സാധനം വിറ്റാൽ അതിലെന്തെങ്കിലും നഷ്ടമുണ്ടായാൽ ആരാണ് ഈ കേസിൽ ബെയർ ചെയ്യേണ്ടത്? കൺസൈനിയാണ് ബെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഏതോ ഒരു കസ്റ്റമർ ക്രെഡിറ്റ് സെയിൽ നടത്തിയിട്ടുണ്ടാവും. വാങ്ങിയ ആൾ എത്ര രൂപ കൊടുക്കാതെ വരുന്നു? 5,000. ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ബാഡ് ഡെറ്റ്. ഇവിടെ ബാഡ് ഡെറ്റ് ആരാണ് ബെയർ ചെയ്യേണ്ടത്? കൺസൈനിയാണ് ഈ ബാഡ് ഡെറ്റ് ബെയർ ചെയ്യേണ്ടത്. കൺസൈനറിൻ്റെ ബുക്കിൽ ബാഡ് ഡെറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു എൻട്രിയും വരില്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു വർക്കിംഗ് ചെയ്യണം. എപ്പോഴും ചെയ്യുന്ന പോലെ വാല്യുവേഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക്. അപ്പോൾ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്കിൽ എത്ര സ്റ്റോക്കാണ് റിമൈൻ ചെയ്യുന്നത് പറയുന്നത്? നമ്മൾ കൊടുത്തുവിട്ട 1,60,000 എത്ര പോർഷൻ ഗുഡ്സ് സ്റ്റോക്കിൽ ഇരിപ്പുണ്ട്? 1/5. അപ്പോൾ അത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇപ്പോൾ ക്ലോസിങ് സ്റ്റോക്ക് 1/5 ആണെന്ന് മനസ്സിലായി. അതിൻ്റെ വാല്യൂ ഓഫ് 1/5 ഓഫ് അൺസോൾഡ് സ്റ്റോക്ക്. ഇതിനെ നമ്മൾ കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ്, അതിൻ്റെ കൂടെ
നമ്മുടെ നോൺ റെക്കറിങ് എക്സ്പെൻസുകൾ ആഡ് ചെയ്യണം. ആഡ് നോൺ റെക്കറിങ് എക്സ്പെൻസസ്. രണ്ടുപേരും സ്പെൻഡ് ചെയ്ത നോൺ റെക്കറിങ് എക്സ്പെൻസുകൾ ആഡ് ചെയ്യണം. കൺസൈനറും കൺസൈനിയും സ്പെൻഡ് ചെയ്ത് അതിൻ്റെ എത്ര എടുക്കാവുള്ളൂ? ഇതിൽ 1/5 ഇപ്പോഴും റിമൈൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് വിൽ ബി ദി കോസ്റ്റ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക്. ഗുഡ്സ് ആൻഡ് നോൺ കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1,60,000. പിന്നീട് നമ്മുടെ നോൺ റെക്കറിങ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്? ആദ്യം കൺസൈനറിൻ്റെ നോൺ റെക്കറിങ് എക്സ്പെൻസ്, ദാറ്റ് ഇസ് 2,400 പ്ലസ് 1,600 പ്ലസ് 2,000. ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 6,000 rupees. അതുപോലെ തന്നെ ആരുടെയുണ്ട്? കൺസൈനി സ്പെൻഡ് ചെയ്ത നോൺ റെക്കറിങ് എക്സ്പെൻസും ഉണ്ട്. ഏതൊക്കെയാണ്? 2,000 ക്യാരേജ്, 1,000 ഒക്ട്രോയ് ആൻഡ് 1,000 ലോഡിങ് ആൻഡ് അൺലോഡിങ്. സെല്ലിംഗ് എക്സ്പെൻസ് എഴുതാൻ പാടില്ല ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് എ നോൺ റെക്കറിങ് എക്സ്പെൻസ്. ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ 4,000 വരും. So what we have to do is 1,60,000 plus 6,000 plus 4,000, that is 1,70,000. അതിൻ്റെ 1/5. അതിൻ്റെ 1/5 എന്ന് പറയുമ്പം നമുക്ക് 34,000 rupees ആണ് വരുന്നത്. Okay, this is the value of unsold stock. അപ്പോൾ ഇനി നമുക്ക് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം. രണ്ടുപേരുടെ ബുക്കിലും അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ ആൻഡ് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനി. കൺസൈനർ ഇസ് അലിഖാൻ. അലിഖാൻ്റെ ബുക്കിൽ ഏതൊക്കെയാണ് വേണ്ടത്? മെയിനായിട്ട് വരുന്ന അക്കൗണ്ട്സ് ഏതൊക്കെയാണ് കൺസൈനറിൻ്റെ ബുക്കിൽ? One is consignment account. Then you need to prepare consignee's account. Here consignee's name is Junaid. Then you need to prepare goods sent on consignment. ഈ മൂന്ന് അക്കൗണ്ടാണ് നമ്മൾ കൺസൈനറിൻ്റെ ബുക്കിൽ പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് വി ക്യാൻ പ്രിപ്പയർ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. കൺസൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു നോമിനൽ കം പേഴ്സണൽ അക്കൗണ്ടാണ്. കാരണം പേഴ്സണൽ കാര്യങ്ങൾ നമ്മളിവിടെ എഴുതാറുണ്ട്. കൺസൈനിയുടെ പേര് എഴുതാറില്ല, ദാറ്റ് ഇസ് പേഴ്സണൽ. അപ്പോൾ പേഴ്സണലും ഒരു നോമിനൽ അക്കൗണ്ടും കൂടാണ്. നോമിനൽ മീൻസ് an account in which we record incomes and expenses. അപ്പോൾ consignment account is a nominal cum personal account. ഏതൊക്കെ വരും? സോ ഫസ്റ്റ് എക്സ്പെൻസ് ഡെബിറ്റ് സൈഡിലാണ്. ഏതാണ് ആദ്യത്തെ എക്സ്പെൻസ്? ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ്. സോ ഫസ്റ്റ് യു നീഡ് ടു എൻറ്റർ ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ്. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ് ഇസ് 1,60,000 rupees. 1,60,000. ഇനി നമ്മൾ ഇൻകർ ചെയ്ത എക്സ്പെൻസുകൾ, കൺസൈനറും കൺസൈനി ഇൻകർ ചെയ്ത എല്ലാ എക്സ്പെൻസുകളും, ഈ കൺസൈൻമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ എക്സ്പെൻസുകളും ഇവിടെ എഴുതണം. ആദ്യം നമ്മൾ കൺസൈനർ സ്പെൻഡ് ചെയ്ത എക്സ്പെൻസ്. കൺസൈനർ ക്യാഷ് ആയിട്ടാണ് എക്സ്പെൻസ് മീറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കൺസൈനർ സ്പെൻഡ് ചെയ്ത എക്സ്പെൻസിൻ്റെ എൻട്രി എന്ന് പറയുന്നത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് ആണ്. കാരണം കൺസൈനറിൻ്റെ ബുക്കിലല്ലേ. അപ്പോൾ എക്സ്പെൻസ് 1 by 1 ആയിട്ട് എഴുതുക. ഏതൊക്കെയാണ് കൺസൈനർ സ്പെൻഡ് ചെയ്ത എക്സ്പെൻസ്? ഞാൻ ഇവിടെ ടോട്ടൽ ചെയ്തങ്ങ് എഴുതുവാണ്. എക്സ്പെൻസസ് 2,400 പാക്കിംഗ്, പിന്നീട് 1,600 ഫോർവേഡിങ്, ദെൻ 2,000 ഫോർ ഇൻഷുറൻസ് ഇൻ ട്രാൻസിറ്റ്. അങ്ങനെ ടോട്ടൽ 6,000 rupees ആണ് കൺസൈനർ സ്പെൻഡ് ചെയ്ത എക്സ്പെൻസ്. ഇതുപോലെ ആരും സ്പെൻഡ് ചെയ്തിട്ടുണ്ട്? കൺസൈനിയും സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ കൺസൈനിയുടെ എക്സ്പെൻസ് അയാളുടെ പേരിലാണ്, പേഴ്സൺസിൻ്റെ നെയിമിലാണ് എഴുതേണ്ടത്. എൻട്രി വിൽ ബി കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു കൺസൈനി. കൺസൈനിയുടെ പേരെന്താണ് ഇവിടെ? ജുനൈദ്. അപ്പോൾ ജുനൈദ് എന്ന് എഴുതുക. ജുനൈദ്. എക്സ്പെൻസസ് സ്പെൻഡ് ബൈ ജുനൈദ്. എന്തൊക്കെയാണ് ജുനൈദ് സ്പെൻഡ് ചെയ്ത എക്സ്പെൻസ്? 2,000 ഫോർ ക്യാരേജ്, പിന്നീട് 1,000 ഫോർ ഒക്ട്രോയ്, ദെൻ 1,000 ലോഡിങ് ആൻഡ് അൺലോഡിങ്, ദെൻ 4,000 സെല്ലിംഗ് എക്സ്പെൻസ്. അത് നമ്മളിവിടെ എഴുതണം. ക്ലോസിംഗ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് റെക്കറിങ് എഴുതേണ്ടാത്തത്. അല്ലാത്ത സാഹചര്യങ്ങളിൽ എന്തൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ബോത്ത് റെക്കറിങ് ആൻഡ് നോൺ റെക്കറിങ് എക്സ്പെൻസ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ദാറ്റ് ഇസ് 8,000. ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പം 8,000. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനിയുള്ളത് കമ്മീഷനാണ്. സാധാരണ കമ്മീഷൻ നമ്മൾ കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ ഇവിടെ കൺസൈനിക്ക് കമ്മീഷൻ കൊടുക്കണം. ഇറ്റ്സ് ഓൾസോ അനദർ എക്സ്പെൻസ്. ഇപ്പോൾ എൻട്രി വരുന്നത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ടു ജുനൈദ് ഇസ് ദി കൺസൈനി. ജുനൈദ്. ഇവിടെ നിങ്ങൾക്ക് കമ്മീഷൻ എഴുതാം. കമ്മീഷൻ ഇവിടെ എത്ര % എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 5% ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 5% നോർമൽ കമ്മീഷനും പ്ലസ് 1% ഡെൽ ക്രെഡിറ്റ് കമ്മീഷനും. 5 plus 1, that is 6%. എന്തിൻ്റെ 6%? സെയിൽസിൻ്റെ 6%. ഹിയർ സെയിൽസ് is 2,40,000. ഇപ്പോൾ 2,40,000 6% കമ്മീഷനായിട്ട് കൊടുക്കണം. സോ ദാറ്റ്സ് ദി നെക്സ്റ്റ് ഐറ്റം. കമ്മീഷൻ 2,40,000 times 6%. ദാറ്റ് ഇസ് 14,400 എന്ന് വരും. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാ എക്സ്പെൻസുകളും റെക്കോർഡ് ചെയ്ത്. ഇനി ഇൻകം. മെയിൻ ഇൻകം എന്താണ്? ഈ കൺസൈൻമെൻറ്റിൽ സെൻഡ് ചെയ്ത ഗുഡ്സ് വിറ്റ് പൈസ കൊടുക്കും. ആരാണ്? ജുനൈദാണ് ഇത് വിറ്റ് പൈസ കൊടുക്കുന്നത്. സോ കൺസൈനർ അലിഖാൻ്റെ ബുക്കിലല്ലേ എഴുതുന്നത്. കൺസൈനർ വിൽ റിസീവ് ദാറ്റ് മണി ഫ്രം whom? From Junaid. The Junaids.
എൻട്രി വിൽ ബി ജുനൈദ്സ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ജുനൈദ്സ് അക്കൗണ്ട് എന്ന് എഴുതുക. ജുനൈദ്സ് അക്കൗണ്ട്, അതായത് സെയിൽ പ്രൊസീഡ്സ് ആണ്. ഇത് ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും ആവാം, കാരണം ഡെറ്റേഴ്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ടല്ലോ, ബാഡ് ഡെറ്റ് ഒക്കെ വരുമ്പം അതിൻ്റെ മീനിങ് ക്രെഡിറ്റ് സെയിലും ഉണ്ടല്ലോ. ക്ലിയർ ആയിട്ട് പറയാത്തതാണ് നമ്മൾ സെയിൽ പ്രൊസീഡ്സ് എന്ന് എഴുതുന്നത്. വിറ്റ് നമുക്ക് കിട്ടിയത് 2,40,000 റുപ്പീസാണ്. ഇനി സാധാരണ ഈ ഒരു ഐറ്റം മാത്രമാണ് വരാറുള്ളത്, പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ എന്തും കൂടെ വരും, കുറച്ച് സ്റ്റോക്ക് റിമൈൻ ചെയ്യുന്നില്ലേ. നമ്മൾ 1,60,000 കോസ്റ്റിംഗ് സ്റ്റോക്കാണ് വിട്ടത്, പക്ഷേ ഇത് മൊത്തവും നമ്മൾ ഈ പീരീഡിൽ വിറ്റില്ല. ഇതിൽ കുറച്ച് റിമൈൻ ചെയ്യുന്നുണ്ട്, അതിനെ റിമൂവ് ചെയ്യണ്ടേ. അപ്പോൾ ഈ കോസ്റ്റിൽ നിന്നും 1/5 റിമൂവ് ചെയ്യണം. കോസ്റ്റിൻ്റെ ആ നോൺ റെക്കറിങ് എക്സ്പെൻസുകളെല്ലാം കൂടെ റിമൂവ് ചെയ്യണം. അതെല്ലാം കൂടെ റിമൂവ് ചെയ്യുന്നതിന് എന്താ എഴുതേണ്ടത്, കൺസൈൻമെൻറ്റ് സ്റ്റോക്ക്. നമ്മൾ അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൺസൈൻമെൻറ്റ് സ്റ്റോക്ക്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നതാണ്, 1,60,000 ഉൾപ്പെട്ടിരുന്ന 1/5 പോർഷൻ റിമൂവ് ചെയ്യുക. പിന്നീട് ഈ 3 റെക്കറിങ് എക്സ്പെൻസിൻ്റെയും 1/5 പോർഷൻ റിമൂവ് ചെയ്യുക. പിന്നീട് ജുനൈദ് സ്പെൻഡ് ചെയ്തതിൽ 8,000 റെക്കറിങ് അല്ല ഇതിൽ, പിന്നീട് ആ 4,000 ഉള്ള റെക്കറിങ് അതിൻ്റെ 1/5 അതെല്ലാം കൂടെ റിമൂവ് ചെയ്തത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം 1,60,000 + 6,000 + 4,000 1/5 പോർഷൻ, അതായത് 34,000 റുപ്പീസ് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മാറ്റണമെങ്കിൽ നമ്മൾ വി വിൽ റെക്കോർഡ് ഇറ്റ് ഇൻ ക്രെഡിറ്റ് സൈഡ് ആൻഡ് ജേർണൽ എൻട്രി വിൽ ബി കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ് ആൻഡ് ദാറ്റ് ഇസ് 34,000. ഇത്രയേ ഉള്ളൂ. ബാഡ് ഡെറ്റ് റിലേറ്റഡ് എക്സ്പെൻസ് ഒന്നും ഇവിടെ എഴുതേണ്ട, കാരണം ഡെലിക്രിഡറി കമ്മീഷൻ ഉണ്ടായതുകൊണ്ട് കൺസൈനർ ബാഡ് ഡെറ്റ് എക്സ്പെൻസ് ഒന്നും ബെയർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ഉള്ളൂ. വേറെ പോസ്റ്റിംഗ് ഒന്നും അക്കൗണ്ടിലില്ല. നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കും ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ വരുന്നത് 2,74,000 ഡെബിറ്റ് സൈഡ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ 1,60,000 + 6,000 + 8,000 + 14,400 എന്ന് പറയുന്നത് 86,400 ആണ്. അപ്പോൾ ഗ്രേറ്റർ വരുന്നത് 2,74,000 ആണ്. ഗ്രേറ്റർ ടോട്ടലല്ലേ രണ്ട് സൈഡിലും എഴുതേണ്ടത്. 2,74,000 ഇൻകമാണ് കൂടുന്നത്, ഇൻകം സൈഡല്ലേ കൂടി നിൽക്കുന്നത്. എക്സ്പെൻസ് സൈഡിൽ ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കും 86,400 ഉള്ളൂ. സോ വി ഗോട്ട് പ്രോഫിറ്റ്. ഇൻകം ഇസ് ഗ്രേറ്റർ ദാൻ എക്സ്പെൻസ്, സോ വി ഗോട്ട് പ്രോഫിറ്റ് ആൻഡ് പ്രോഫിറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ആ ഡിഫറൻസ് ദാറ്റ് ഇസ് 85,600 റുപ്പീസ്. ദിസ് ഇസ് പ്രോഫിറ്റ്. നമ്മൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. എന്ത് മനസ്സിലായി? അലിഖാനും പിന്നെ ജുനൈദും തമ്മിലുള്ള കൺസൈൻമെൻറ്റ് ബിസിനസ്സിൽ അലിഖാൻ ഗോട്ട് എ പ്രോഫിറ്റ് ഓഫ് 85,600 റുപ്പീസ്. ഇനി അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് അക്കൗണ്ടാണ് ജുനൈദ്സ് അക്കൗണ്ട്. ജുനൈദ് ഇസ് ദി കൺസൈനി എന്ന് പറയുന്നത് കൺസൈനർക്ക് പൈസ കിട്ടാനുള്ള ആളാണ്. യു ക്യാൻ ട്രീറ്റ് ഹിം ആസ് എ ഡെറ്റർ. അലിഖാൻ can treat him as a debtor. ഡെറ്റർ എന്ന് പറയുന്ന ഒരു അസറ്റാണ്. അസറ്റിന് എപ്പോഴും എന്ത് ബാലൻസ് ആണുള്ളത്? ഡെബിറ്റ് ബാലൻസ്. ഈ അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ യു നീഡ് ടു പോസ്റ്റ് ദി എൻട്രീസ് ഇൻ ദി ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം ജുനൈദ് എന്ന് പറയുന്ന ഡെറ്ററിൻ്റെ കയ്യിൽ നിന്നും അലിഖാന് പൈസ കിട്ടാനുള്ള സെയിൽ പ്രൊസീഡ്സ് കിട്ടാനുണ്ട്. അതായത് ഈ കറസ്പോണ്ടിങ് എൻട്രി ജുനൈദ്സ് നമ്മൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എഴുതിയിരിക്കുന്ന എൻട്രി ഉണ്ട് 2,40,000. ഇതാണ് ജുനൈദിൻ്റെ കയ്യിൽ നിന്ന് അലിഖാന് കിട്ടാനുള്ളത്, അത് ഡെബിറ്റ് സൈഡിൽ. സോ വി വിൽ റൈറ്റ് ഇറ്റ് ആസ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ബിക്കോസ് ഇറ്റ്സ് എ കറസ്പോണ്ടിങ് എൻട്രി ഫ്രം കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. കൺസൈൻമെൻറ്റ് അതായത് സെയിൽ പ്രൊസീഡ്സിൽ നിന്ന് ലഭിക്കാനുള്ള എമൗണ്ട്. ദാറ്റ് ഇസ് സെയിൽ പ്രൊസീഡ്സ്, ദാറ്റ് ഇസ് 2,40,000. ഇപ്പോൾ ജുനൈദിൻ്റെ 2,40,000 ആണ് കിട്ടാനുള്ളത്. പക്ഷേ ഇത് മൊത്തത്തിൽ കിട്ടാനുള്ള കുറേയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതാണ്. എന്തൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്തത്? ആദ്യം ഇവരൊരു അഡ്വാൻസ് കൊടുത്തില്ലായിരുന്നു. 1,60,000 ഗുഡ്സ് സെൻഡ് ചെയ്തപ്പം ജുനൈദ് ഒരു 1,00,000 റുപ്പിയുടെ ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഓൾറെഡി 2,40,000 1,00,000 റുപ്പി ഓൾറെഡി ജുനൈദ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്യുക. സോ ഹിയർ യു നീഡ് ടു റൈറ്റ് ഇറ്റ് ആസ് ബിൽസ് റിസീവബിൾ. കാരണം ബില്ലാണ് കൊടുത്തത്, അതുകൊണ്ടാണ്. ക്യാഷ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ബാങ്ക്. ബിൽസ് റിസീവബിൾ, ഇറ്റ് ഈസ് അഡ്വാൻസ് എമൗണ്ടിങ് ടു 1,000. സോറി 1,00,000 റുപ്പിയുടെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2,40,000 1,00,000 രൂപ സെറ്റിൽ ചെയ്ത്. പിന്നീട് എന്തൊക്കെയാണ്? പിന്നീട് ജുനൈദ് കുറേ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്തില്ലായിരുന്നോ? ഒക്ട്രോയി എന്നൊക്കെ പറഞ്ഞ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്തു. ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യുമ്പം അത്രയും 2,40,000 ഓൾറെഡി 1,00,000 കൊടുത്തു. പിന്നീട് അലിഖാന് വേണ്ടി കുറേ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്തു. അത് നമ്മൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ എക്സ്പെൻസുകളാണ് ജുനൈദ് മീറ്റ് ചെയ്തത്? ജുനൈദ് 8,000, പിന്നെ ജുനൈദിന് കൊടുക്കാനുള്ള കമ്മീഷൻ 14,400. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അങ്ങോട്ട് ജുനൈദിന് കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കുറയ്ക്കണം.
ഇതിൻ്റെ കറസ്പോണ്ടിങ് എൻട്രി എങ്ങനെ വരും? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാണ് ഇവിടെ വരുന്നത്. സോ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, കാരണം ഇത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നമ്മൾ ഈ പേഴ്സണൽ അക്കൗണ്ട് എഴുതിയിട്ടുണ്ട്. കൺസൈൻമെൻറ്റ് ജുനൈദ്സ് എക്സ്പെൻസസ് സ്പെൻഡ് ബൈ ജുനൈദ്, എല്ലാം കൂടെ എത്ര രൂപയുടെ എക്സ്പെൻസ്? 8,000. പിന്നെ ജുനൈദിന് കമ്മീഷൻ കൊടുക്കാനുണ്ട്, അതും കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് കറസ്പോണ്ടിങ് എൻട്രി വരുന്നത്. കൺസൈൻമെൻറ്റ് ദാറ്റ് ഇസ് കമ്മീഷൻ. ഡെൽക്രെഡറിയും 5% നോർമലും എല്ലാം കൂടെ കൂട്ടി 14,400 rupees കമ്മീഷനും ഓൾറെഡി കിട്ടാനുണ്ട്. അങ്ങനെ 2,40,000 1 lakh ഓൾറെഡി സെറ്റിൽ ചെയ്ത്, പിന്നെ 8,000 എക്സ്പെൻസ് മീറ്റ് ചെയ്തുകൊണ്ട് അത് കിട്ടത്തില്ല. പിന്നീട് കമ്മീഷൻ കൊടുക്കാനുണ്ട്, അതും കഴിച്ചു കഴിഞ്ഞുള്ള എമൗണ്ടേ കിട്ടും. ഇനി വേറെ ഒന്നുമില്ല. അപ്പോൾ 2,40,000 ഇത്രയും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എമൗണ്ട് ജുനൈദിൻ്റെ കയ്യിൽ നിന്ന് അലിഖാന് റിസീവ് ചെയ്യണം. ഒന്നി നിങ്ങൾക്ക് ബാലൻസ് സി ഡി എന്ന് എഴുതാം, അല്ലെങ്കിൽ അത് സെറ്റിൽ ചെയ്തു എന്നുള്ള അസംഷനിൽ ബാങ്ക് എന്ന് എഴുതാം. ഇവിടെ ഒന്നും പറയാത്തതുകൊണ്ട് നമുക്ക് ബാലൻസ് സി ഡി എന്ന് എഴുതാം. കിട്ടാനുണ്ട്, ഡ്യൂ ആണെന്നുള്ള രീതിയിൽ അതിനെ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ടോട്ടൽ ചെയ്യുക. ഡെബിറ്റ് സൈഡ് ടോട്ടൽ 2,40,000, ക്രെഡിറ്റ് സൈഡ് 1 lakh plus 8,000 plus 14,400, that is 1,22,400. So debit side total is greater 2,40,000. രണ്ട് സൈഡിൽ എഴുതുക. ഡിഫറൻസ് 2,40,000 1,22,400 ഇത്രയും കിട്ടി. ബാലൻസ് എത്ര ഉണ്ട് കിട്ടാൻ? ബാലൻസ് സി ഡി ജുനൈദിൻ്റെ ഇനി 1,17,600 rupees ആണ് കിട്ടാനുള്ളത്. ഇതാണ് നമ്മൾ ബാലൻസ് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ജുനൈദിൽ നിന്ന് അലിഖാനിന് എത്ര രൂപയാണ് കിട്ടാനുള്ളത്? 1,17,600. യഥാർത്ഥത്തിൽ 2,40,000 ആയിരുന്നു ജുനൈദ് തരാനുള്ളത്. അതിൽ ഓൾറെഡി ജുനൈദ് 1 lakh ബിൽ റിസീവബിൾ അക്സെപ്റ്റ് ചെയ്ത് തന്നു. പിന്നീട് ജുനൈദ് 8,000 രൂപയുടെ എക്സ്പെൻസ് അലിഖാന് വേണ്ടി മീറ്റ് ചെയ്തു, അപ്പോൾ അതും കുറയ്ക്കുക. പിന്നീട് ജുനൈദിന് നമ്മൾ 14,400 കമ്മീഷൻ കൊടുക്കാനുണ്ട്, അതും കുറയ്ക്കുക. ബാക്കി എത്രയും ജുനൈദിൻ്റെ നമുക്ക് ഇങ്ങോട്ട് ഇനി കിട്ടാനുള്ളത്? 1,17,600. അലിഖാന് ഇത്രയും കിട്ടാനുള്ളത്. ഓക്കെ, ഇനി വൺ മോർ അക്കൗണ്ട് ഇസ് ദർ, ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. അതാണ് ലാസ്റ്റ് അക്കൗണ്ട്, ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. അത് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ട് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ആദ്യം എഴുതിയ ഐറ്റം കണ്ടില്ലയോ? ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ് 1,60,000. അതിൻ്റെ കറസ്പോണ്ടിങ് എൻട്രി ഏത് അക്കൗണ്ടിൽ വരും? ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ് എന്തെന്നും പറഞ്ഞ് എഴുതുക? ക്രെഡിറ്റ് സൈഡിൽ കൺസൈൻമെൻറ്റ് എന്നും പറഞ്ഞു. ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കൺസൈൻമെൻറ്റ് 1,60,000. Then this amount should be transferred to trading account. Trading account 1,60,000 ട്രാൻസ്ഫർ ചെയ്യാം. ടോട്ടൽ 1,60,000. നമ്മൾ കൺസൈനറിൻ്റെ ബുക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി ആരുടെ ബുക്കാണ്? കൺസൈനി. അപ്പോൾ കൺസൈനറിൻ്റെ ബുക്കിൽ ഈ ഡെൽക്രെഡറി കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ബാഡ് ഡെറ്റിൻ്റെ ഒരു എൻട്രിയും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം കൺസൈനർ ബാഡ് ഡെറ്റിനെ ബോദർ ചെയ്യേ വേണ്ട, ആ മുഴുവൻ റിസ്ക്കും ആര് ബെയർ ചെയ്തോളും? കൺസൈനി ബെയർ ചെയ്തോളും. ഓക്കെ, നൗ ലെറ്റ്സ് പ്രിപ്പയർ ദി ബുക്സ് ഓഫ് കൺസൈനി, ദാറ്റ് ഈസ് ജുനൈദ്. ജുനൈദിൻ്റെ ബുക്കിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആരുടെ അക്കൗണ്ട്? കൺസൈനറിൻ്റെ അക്കൗണ്ട്. ഹിയർ കൺസൈനർ ഇസ് അലിഖാൻ. ഇനിയിപ്പോൾ നിങ്ങൾ ജുനൈദിൻ്റെ അക്കൗണ്ട് എന്നാണെന്നുള്ള ആ ഒരു അസംഷനിലാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതുവരെ നമ്മൾ അലിഖാൻ്റെ അക്കൗണ്ട് ഉണ്ടായിരുന്നു, ആ രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തത്. ഇനി നമ്മൾ ആരുടെ അക്കൗണ്ട് ഉണ്ടായി? ജുനൈദിൻ്റെ അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ ജുനൈദിൻ്റെ ബുക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. വി നീഡ് ടു പ്രിപ്പയർ അലിഖാൻസ് അക്കൗണ്ട്. ഇപ്പോൾ ജുനൈദ് അലിഖാന് പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ ജുനൈദിൻ്റെ ക്രെഡിറ്ററാണ് അലിഖാൻ. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ഓൾവേസ് ഹാവ് ക്രെഡിറ്റ് ബാലൻസ്. പിന്നീട് ലയബിലിറ്റി കുറയുന്ന ട്രാൻസാക്ഷൻ വരുമ്പോൾ ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ഡെബിറ്റ് സൈഡ്. ഓക്കെ, ആദ്യം നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? അലിഖാൻ എന്താണ് കൊടുക്കാനുള്ളത്? ജുനൈദ് അലിഖാൻ എന്താണ് കൊടുക്കാനുള്ളത്? സെയിൽ പ്രൊസീഡ്സ് ആണ് കൊടുക്കാനുള്ളത്. സെയിൽ പ്രൊസീഡ്സ് എന്ന് പറയുന്നത് അയാൾ വിറ്റ് എത്ര രൂപയുടെ സെയിൽ നടത്തിയത്? 2,40,000. അത് either you can write it as bank, അത് വിറ്റ് പൈസ കിട്ടി, അല്ലെങ്കിൽ കടത്തിനാണ് വിറ്റതെങ്കിൽ കൺസൈൻമെൻറ്റ് ഡെറ്റേഴ്സ് എന്ന് എഴുതും. കൺസൈൻമെൻറ്റ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് കടത്തിന് സാധനം വാങ്ങിയ ആളുകളെയാണ് എന്തെന്ന് പറയുന്നത്? കൺസൈൻമെൻറ്റ് ഡെറ്റർ. ക്യാഷ് സെയിലാണെങ്കിൽ ബാങ്ക് എന്ന് എഴുതാം, ക്രെഡിറ്റ് സെയിലാണെങ്കിൽ എന്തെന്ന് എഴുതും? കൺസൈൻമെൻറ്റ് ഡെറ്റർ. ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയുന്നില്ല എത്ര ക്യാഷ് എത്ര ക്രെഡിറ്റ് എന്ന്. പക്ഷേ ക്രെഡിറ്റ് സെയിലുണ്ട്, കാരണം അവിടെ എന്തുണ്ട്? ബാഡ് ഡെറ്റ് ഉണ്ടായതുകൊണ്ട്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ബാങ്ക് ഓർ കൺസൈൻമെൻറ്റ് ഡെറ്റ് ആൻഡ് എമൗണ്ട് ഇസ് 2,40,000. ഇത്രയും രൂപയാണ് അലിഖാന് ജുനൈദ് കൊടുക്കാനുള്ളത്. പക്ഷേ ഇത്രയും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, ഓൾറെഡി കുറേ കാര്യങ്ങൾ സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം എന്താണ്? 2,40,000 കൊടുക്കാനുണ്ട്. അതിൽ നമ്മൾ ബില്ല് അക്സെപ്റ്റ് ചെയ്ത്, സോ ബിൽസ് പേയബിൾ. അഡ്വാൻസ് കൊടുത്ത് ഇവർ കൺസൈനി എഴുതുമ്പം ബിൽസ് പേയബിൾ എന്നാണ് എഴുതുന്നത്. ബിൽ
കൊടുത്തു എന്നുള്ള മീനിങ്ങിൽ. ബിൽസ് പെയ്ഡ്, പേയബിൾ, അത് അഡ്വാൻസ് കൊടുത്തത്. എത്ര രൂപയാണ് അഡ്വാൻസ് കൊടുത്തത്? 1 lakh rupees. 1 lakh rupee അഡ്വാൻസ് കൊടുത്തു. ഇനി എന്താ ചെയ്യാനുള്ളത്? വേറെ എന്തെങ്കിലും സെറ്റിൽ ചെയ്യാനുണ്ടോ? ഇനി ജുനൈദ് കുറേ അലിഖാൻ കുറേ ജുനൈദ് കുറേ എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടില്ലയോ? ഏതൊക്കെയാണ്? ക്യാഷായിട്ട് കുറേ എക്സ്പെൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടായിരുന്നു ഒക്ട്രോയും ഫ്ലൈറ്റ് ചാർജസും ഒക്കെ തന്നെ. ഇത് ജുനൈദ് പെയ്ഡ് 2,000 ഫോർ ക്യാരേജ്, 1,000 ഫോർ ഒക്ട്രോയ്, 1,000 ഫോർ ലോഡിങ്, പിന്നെ സെല്ലിംഗ് എക്സ്പെൻസ് 4,000. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി 8,000 rupees ആര് എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടുണ്ട്? ജുനൈദ് അലിഖാന് വേണ്ടി. അപ്പോൾ അത് എഴുതുക. എക്സ്പെൻസ് മീറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് എന്നാണ് എഴുതേണ്ടത്. എക്സ്പെൻസസ് മെറ്റ് ബൈ കൻസൈനി, ദാറ്റ് ഇസ് ജുനൈദ്. ടോട്ടലി ഇത്ര രൂപയുടെ എക്സ്പെൻസാണ് മീറ്റ് ചെയ്തിരിക്കുന്നത്, 8,000. സെല്ലിംഗ് എക്സ്പെൻസും നോൺ റെക്കറിങ് എക്സ്പെൻസും എല്ലാം കൂടെ കൂട്ടി 8,000. പിന്നീട് ജുനൈദിന് എന്ത് കിട്ടാനുണ്ട്? കമ്മീഷനും കിട്ടാനില്ലേ? കമ്മീഷൻ എഴുതുക. It should be received from Ali Khan. Entry will be Ali Khan's account debtor to commission, as commission is an income for Junaid. കമ്മീഷൻ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്മീഷൻ്റെ എമൗണ്ട് ഇസ് 14,400. ഇത്രയും കാര്യങ്ങളാണ്, വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം സെറ്റിൽ ചെയ്തു. 2,40,000 ആയിരുന്നു അലിഖാന് കൊടുക്കാനുണ്ടായിരുന്നത്. അതിൽ 1 ലക്ഷം ഓൾറെഡി കൊടുത്തു. പിന്നീട് 8,000 എക്സ്പെൻസ് അലിഖാന് വേണ്ടി മീറ്റ് ചെയ്തു, അതും കഴിച്ച്. പിന്നീട് കമ്മീഷനും കിട്ടിക്കഴിഞ്ഞാൽ ബാലൻസ് മാത്രം ആർക്ക് കൊടുത്താൽ മതി? അലിഖാനുമായിട്ട് ഒരു ബാഡ് ഡെറ്റിന് ഒരു റിലേഷൻഷിപ്പും ഇല്ല. അതുകൊണ്ട് ബാഡ് ഡെറ്റുമായിട്ട് സംബന്ധിച്ച ഒരു ട്രാൻസാക്ഷനും അലിഖാൻ്റെ അക്കൗണ്ടിൽ കാണിക്കാനും പാടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എത്ര രൂപ അലിഖാന് കൊടുക്കാനുണ്ടെന്ന് കിട്ടും. ക്രെഡിറ്റ് സൈഡല്ലേ കൂടുതൽ, 2,40,000. അതിൽ നിന്നും ഡെബിറ്റ് സൈഡ് ടോട്ടൽ കുറയ്ക്കുക. ദറ്റ് ഇസ് 1 lakh plus 8,000 plus 14,400, ദാറ്റ് ഇസ് 1,22,400. അങ്ങനെ ഡിഫറൻസ് വരുന്നത് മറ്റേ ഡിഫറൻസ് തന്നെ ആയിരിക്കും. ഒന്നീ ഇത് പേ ചെയ്തു എന്ന് എഴുതുക, ടു ബാങ്ക് എന്ന് എഴുതുക, അല്ലെങ്കിൽ പേ ചെയ്യാൻ ഉണ്ടെന്ന് എഴുതുക. ബാലൻസ് ചെയ്ത് ദാറ്റ് ഇസ് ഡ്യൂ ടു അലിഖാൻ, ദാറ്റ് ഇസ് 1,17,600. ഇതാണ് ബാലൻസിങ് ഫിഗർ. അപ്പോൾ ബാഡ് ഡെറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് ജുനൈദാണ്. പക്ഷേ ജുനൈദിൻ്റെ ബുക്കിൽ ആരുടെ അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തത്? അലിഖാൻ്റെ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്തത്. അലിഖാൻ എത്ര രൂപ ഫൈനലി കൊടുക്കാനുണ്ട് എന്ന് കാണിക്കുന്ന അക്കൗണ്ടാണ് അലിഖാൻസ് അക്കൗണ്ട്. അലിഖാൻ്റെ ടോട്ടൽ നമ്മൾ ആദ്യം 2,40,000 ആയിരുന്നു കൊടുക്കാനുള്ളത്. അതിൽ നമ്മൾ ഓൾറെഡി മീൻസ് ജുനൈദിൻ്റെ ബുക്കല്ലേ ഇപ്പോൾ നമ്മൾ എഴുതുന്നത്. ഓൾറെഡി 1 lakh കൊടുത്തു. പിന്നീട് അലിഖാന് വേണ്ടി 8,000 രൂപയുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്തു. പിന്നീട് അലിഖാൻ നമുക്ക് 14,400 ഇങ്ങോട്ട് തരാനുണ്ട്. അപ്പോൾ അതെല്ലാം കഴിച്ച് അലിഖാൻ ഇനി നമ്മൾ എത്ര കൊടുക്കാനുള്ളത്? 1,17,600. ഓക്കെ. പിന്നീട് ഒരു കാര്യം ഓർക്കണം, ജുനൈദ് ഡെൽക്രെഡറെ കമ്മീഷൻ കൈപ്പറ്റിയത് കൊണ്ട് ബാഡ് ഡെറ്റ് മീറ്റ് ചെയ്യേണ്ടത് ആരാണ്? ജുനൈദാണ്. പക്ഷേ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു എൻട്രിയും ഈ അക്കൗണ്ടിൽ വരത്തില്ല. ബാഡ് ഡെറ്റിൻ്റെ എൻട്രി ജുനൈദിൻ്റെ ബുക്കിൽ തന്നെ വരുന്നത്. ജേണൽ എൻട്രി ഞാൻ പറഞ്ഞുതരാം. ജേണൽ എൻട്രി എന്തായിരിക്കും? ബാഡ് ഡെറ്റ് വരുന്നത് bad debt account. Bad debt is an expense for Junaid. So entry will be bad debt account debt. Expense debit balance അല്ലേ 5,000 രൂപയുടെ bad debt to ആരുടെ കയ്യിൽ? കൺസൈൻമെൻറ്റ് ഡെറ്റേഴ്സ്. അത്രയും കണ്ട് കുറയത്തില്ലയോ? കൺസൈൻമെൻറ്റ് ഡെറ്റേഴ്സ് 5,000. ഇതാണ് ബാഡ് ഡെറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ജേണൽ എൻട്രി. ഈ ജേണൽ എൻട്രിയിൽ ഒരു ആസ്പെക്ട് ബാഡ് ഡെറ്റും ഒരു ആസ്പെക്ട് കൺസൈൻമെൻറ്റ് ഡെറ്ററുമാണ്. നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആരുടെ അക്കൗണ്ടാണ്? അലിഖാൻ. അപ്പോൾ ഈ 2 ട്രാൻസാക്ഷനും ഇതൊന്നും കറസ്പോണ്ടിങ് എൻട്രി ഒന്നും അലിഖാൻ്റെ ബുക്കിൽ വരില്ല. പക്ഷേ ജുനൈദ് ബാഡ് ഡെറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ എൻട്രി വരും. ജുനൈദ് കൺസൈൻമെൻറ്റ് ഡെറ്റർ എന്ന് പറഞ്ഞ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താലും എൻട്രി വരും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഡെൽക്രെഡറെ കമ്മീഷൻ ഉണ്ടെങ്കിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നടത്തുക. അതിനുശേഷം ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷന് ശേഷം ഇൻ ദി ബുക്സ് ഓഫ് consignor we need to prepare consignment account, then we need to prepare consignee's account, then we need to prepare goods sent on consignment. So consignment account il varuna items ഇത്രയൊക്കെയാണ്. It's a nominal cum personal account, debit side expenses പിന്നീട് ക്രെഡിറ്റ് സൈഡിൽ ഇൻകം എക്സ്പെൻസ് മെയിൻലി ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റും പിന്നീട് കൺസൈനി സ്പെൻഡ് ചെയ്ത എക്സ്പെൻസും കൺസൈനർ സ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴും ബാങ്ക് എന്ന് എഴുതണം. കൺസൈനി സ്പെൻഡ് ചെയ്ത് കൺസൈനിയുടെ പേരിലാണ് അത് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ. അൺസോൾഡ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക വാല്യൂ കണ്ടെത്തിയിട്ട്.
ഡിഫറൻസ് വിൽ ബി പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ കൺസൈൻമെൻറ്റ്. പിന്നീട് കൺസൈനിയുടെ അക്കൗണ്ട്, അത് കൺസൈനി എന്ന് പറയുന്ന നമ്മുടെ ഡെറ്റർ നമുക്ക് ഇങ്ങോട്ട് എത്ര രൂപ അയാൾ തരാനുണ്ടെന്ന്, ടോട്ടൽ സെയിൽ വാല്യൂ ആണ് തരാനുള്ളത്. അതിൽ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് വരും. ഓൾറെഡി തന്നത് മൈനസ് ചെയ്യുക, അയാൾ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത എക്സ്പെൻസിൻ്റെ തുക മൈനസ് ചെയ്യുക, അയാൾക്ക് നമ്മൾ കൊടുക്കാനുള്ള കമ്മീഷൻ്റെ തുക മൈനസ് ചെയ്യുക, അതിനുശേഷമുള്ള ബാലൻസാണ് അയാൾക്കിനി സെറ്റിൽ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അതൊന്നീ ബാലൻസ് ഷീറ്റിൽ നിന്ന് എഴുതുക, അല്ലെങ്കിൽ സെറ്റിൽ ചെയ്തു എന്നുള്ള അസംഷനിൽ ബാങ്ക് എന്ന് എഴുതുക. പിന്നീട് ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ്, അത് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് കറസ്പോണ്ടിങ് എൻട്രി വരും. പിന്നീട് നമ്മളതിനെ വി നീഡ് ടു ക്ലോസ് ഇറ്റ് ബൈ ട്രാൻസ്ഫറിങ് ഇറ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. പിന്നീട് ഫൈനലി വി നീഡ് ടു പ്രിപ്പയർ ദി ബുക്സ് ഓഫ് കൺസൈനി. ഇവിടെ കൺസൈനിയുടെ പേര് ജുനൈദ് എന്നായിരുന്നു. ജുനൈദിൻ്റെ അക്കൗണ്ടിൽ അലിഖാൻ്റെ അക്കൗണ്ടാണ്, ജുനൈദിൻ്റെ ബുക്കിൽ അലിഖാൻ്റെ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അലിഖാൻ ഇസ് എ ക്രെഡിറ്റർ ഫോർ ജുനൈദ്. അലിഖാന് ജുനൈദ് 2,40,000 രൂപ കൊടുക്കാനുണ്ട്. അതിൽ ഓൾറെഡി ബിൽസ് പേബിൾ കൊടുത്തിട്ടുണ്ട്, 1,00,000 പോയി. പിന്നീട് ജുനൈദ് അലിഖാന് വേണ്ടി 8,000 രൂപയുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്തു. പിന്നീട് അലിഖാൻ്റെ കയ്യിൽ നിന്ന് 14,400 രൂപ കിട്ടാനുണ്ട് കമ്മീഷനായിട്ട്. ബാലൻസ് ഇത്രയേ അങ്ങോട്ട് ചെല്ലത്തുള്ളൂ. ഓക്കെ, പിന്നീട് ഡെൽക്രഡി കമ്മീഷൻ ഉണ്ടായിരുന്നു. ബാഡ് ഡെറ്റ് ആരാണ് മീറ്റ് ചെയ്യേണ്ടത്? ബാഡ് ഡെറ്റ് എക്സ്പെൻസ് ഷുഡ് ബി മെറ്റ് ബൈ ദി കൺസൈനർ. സോ എൻട്രി വിൽ ബി ബാഡ് ഡെറ്റ് അക്കൗണ്ട്. ഇവിടെ 5,000 എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരുന്നു. ബാഡ് ഡെറ്റ് ആവുന്നത് ടു കൺസൈൻമെൻറ്റ് ഡെറ്റ്, അതായത് കൺസൈനിയുടെ ഈ ഗുഡ്സ് കടത്തിന് വാങ്ങിയ ആളുകളുണ്ടല്ലോ, അവരുടെ പേരാണ് കൺസൈൻമെൻറ്റ് ഡെറ്റ്. ഇത്രയേ ഉള്ളൂ. സോ താങ്ക് യു.